കോഴിക്കോടൻ ഗ്രാമങ്ങളിൽ ഇത്തവണയും കലിയനെ ഘോഷയാത്രയോടെ വരവേറ്റു. കലിയനെ പ്രസാദിപ്പിച്ചാൽ പഞ്ഞമാസമായ കർക്കിടകത്തിലും സമൃദ്ധി ഉണ്ടാകുമെന്നാണ് സങ്കല്പം. തലമുറകൾ കൈമാറി വന്ന അനുഷ്ഠാനത്തെ തനിമ ചോരാതെ പുതിയ കാലവും പിന്തുടരുകയാണ്. ദുഃഖത്തെ അകറ്റി ഐശ്വര്യത്തെ പുണരാനാണ് കർക്കിടക തലേന്ന് കലിയന് കൊടുക്കൽ നടത്തുന്നത്. കന്നുകാലികളുടെ സംരക്ഷകനും കാർഷിക സമൃദ്ധിയുടെ പ്രകൃതി ദൈവവുമാണ് കലിയൻ എന്നാണ് സങ്കല്പം. കർക്കടക മാസത്തിലെ പട്ടിണിയും രോഗങ്ങളും അകറ്റി വരും വർഷത്തിൽ ഐശ്വര്യവും കാർഷിക പുരോഗതിയും ഉണ്ടാകാൻ കലിയൻ പ്രഭുവിനെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ടെന്ന് പഴമക്കാർ വിശ്വസിച്ചിരുന്നു. ഇതിന്റെ ഭാഗമാണ് കലിയന് കൊടുക്കലെന്ന ആചാരം. കർക്കടക മാസത്തിലെ വറുതിയും ദാരിദ്ര്യവും അകറ്റി ചിങ്ങത്തിൽ വിളവെടുപ്പ് സമൃദ്ധമാക്കാൻ ഉത്തര മലബാറിലെ ഗ്രാമങ്ങളിൽ കാലാകാലങ്ങളായി കലിയൻ വരവ് ആചരിക്കുന്നു. കുരുത്തോല മേലങ്കി അണിഞ്ഞ് ഓലച്ചൂട്ടുമായി ആർത്തു വിളിച്ച് നാടുനീളെ നടക്കുന്ന ഈ ചടങ്ങ് കാർഷിക ഐശ്വര്യത്തിനായുള്ള ഒരു പ്രാർത്ഥനാ സങ്കല്പമാണ്. കലിയ കലിയ കൂ എന്ന് 3 പ്രാവശ്യം വിളിച്ച് വീടിന് ചുറ്റം വെച്ച് നാക്കിലയിൽ ചോറുരുട്ട, അതുപോലെ തന്നെ ചക്ക, മാങ്ങ, തേങ്ങ അതുപോലുള്ള വസ്തുക്കളൊക്കെ കലിയന് കൊടുക്കാറുണ്ട്. ഈ ഞങ്ങൾ കുറച്ച് വിപുലമാക്കി എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശത്തുകൂടെ ഒരു ഊര് ചുറ്റിക്കൊണ്ട് തന്നെ ഇത് ഈ പ്രദേശത്തിന്റെ ജനങ്ങൾക്ക് വളരെ ഐശ്വര്യം ഉണ്ടാകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് ഇത്ര വിപുലമായി ആചരിക്കുന്നത്. തലക്കുട ധരിച്ചും കുരുത്തോല കൊണ്ടുണ്ടാക്കിയ മേലങ്കി അണിഞ്ഞും കയ്യിൽ ഓലച്ചൂട്ടേന്തി നാക്കിലയിൽ ചോറും ചക്കച്ചുളയുമായി നീങ്ങിയ ഘോഷയാത്രയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയും നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. കൂനിയത്ത് നാരായണൻ കിടാവിന്റെ വീടിന് സമീപത്തു നിന്നും തുടങ്ങിയ ഘോഷയാത്ര മൂട്ടപ്പറമ്പിൽ പീടികയ്ക്ക് സമീപമുള്ള വരിക്കപ്ലാവിന്റെ ചുവട്ടിലാണ് സമാപിച്ചത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.